പെണ്ണേ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ ഓ കണ്ണേ എൻ കണ്ണേ നിൻ കണ്ണിൽ നീല നിലാവുണ്ടോ പെണ്ണേ ഓ കൈതാളം കാണാതെ മേതാളം കൊട്ടാതെ എന്നാണ് പുത്തൻ പായാട്ടം ആകാശം പൊൻകിണ്ണം ആശിക്കും തേൻകിണ്ണം നീട്ടാതെ നേർക്കായി നീട്ടാതെ എനിക്ക് ചെമ്മാനത്തെ താരത്തേരില്ലേ പിന്നെന്തിനാണി ഓണപ്പൂത്താലി നിനക്കായി തങ്കത്തട്ടാൻ തട്ടാരത്തിലേ പിന്നെന്തിനാണി ഓലപ്പൂത്താലി പെണ്ണെ എൻ പെണ്ണെ നീ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണെ ഓ കണ്ണേ എൻ കണ്ണേ നിൻ കണ്ണിൽ നീല നിലാവുണ്ടോ കണ്ണേ മണിമുത്തം നീ ചോദിച്ചു മൗനം സമ്മതമായി ഓ മലരമ്പാകെ ചോദിച്ചു മധുരം തൂവിപ്പോയി ഇനിയൊന്നും ചോദിക്കല്ലേ പൊന്നേ കവിൽ താരുലഞ്ഞതെന്റെ ഈനാച്ചന്തമേ കുറിക്കൂട്ടുമാഞ്ഞതെന്റെ നീലാസുന്ദരി നീ കണ്ടവയെല്ലാം മിണ്ടാതെ കേട്ടവയെല്ലാം പാടാതെ തൊട്ടതിലെല്ലാം മുട്ടാതെ ഓ പെണ്ണേ എൻ പെണ്ണെ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണെ ഓ കണ്ണേ എൻ കണ്ണെ നിൻ കണ്ണിൽ നീല നിലാവുണ്ടോ കണ്ണേ കുറ്റാലത്തരുവിക്കരയിൽ ചിറ്റോളത്തിൽ മെല്ലെ മനമാകെ നനഞ്ഞോ പെണ്ണെ വായാടി പെണ്ണാണി നീയാകെ നനഞ്ഞോ പെണ്ണെ വായാടി തത്തമ്മേ കുളിക്കുന്നു മാനസം കുളിക്കാതെ മനസ്സിന്റെ പൊൻപരാഗം പൊഴിഞ്ഞതല്ലേ നിൻ താമരവളയ കൈകളിലെ മുത്തണി വളകളുടഞ്ഞല്ലോ ഉത്തരമൊന്നും ചൊല്ലാനില്ലെന്നോ ഓ പെണ്ണേ എൻ പെണ്ണെ നിൻ കണ്ണിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണെ ഓ കണ്ണേ എൻ കണ്ണെ നിൻ ചുണ്ടിൽ നീല നിലാവുണ്ടോ പെണ്ണെ ഓ കൈതാളം തട്ടാതെ മേതാളം കാണാതെ എന്നാണ് പുത്തൻ പായാട്ടം ഓ ആകാശം പൊൻകിണ്ണം ആശിക്കും തേൻകിണ്ണം നീട്ടാതെ നേർക്കായി നീട്ടാതെ എനിക്ക് ചെമ്മാനത്തെ താരത്തേരില്ലേ പിന്നെന്തിനാണി മോഹപ്പൂത്തേര് നിനക്കായി ചെമ്മാനത്തെ തട്ടാരത്തിലേ പിന്നെന്തിനാണി മോഹപ്പൂത്തേര് പെണ്ണേ എൻ പെണ്ണെ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണെ ഓ
ഓഹോ കണ്ണേ എൻ കണ്ണേ നിൻ കണ്ണിൽ നീല നിലാവുണ്ടോ കണ്ണേ. ട്രൂലി മാജിക്. നിങ്ങൾ ആദ്യം പറഞ്ഞതുമാതിരി ശ്യാമ പറഞ്ഞ വാക്കുകളെല്ലാം ഇറ്റ്സ് കം ടു റിയാലിറ്റി. ഇറ്റ്സ് മാജിക്. നിങ്ങൾ രണ്ടുപേരും ഇറ്റ് വാസ് എ ട്രൂ പെർഫോമൻസ്. നിങ്ങൾ രണ്ടുപേരും ശരിക്കും ഈ പാട്ട് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പരസ്പരം ഇൻട്രാക്ട് ചെയ്ത്, സ്പെഷ്യലി പാട്ടിൻ്റെ പല സ്ഥലങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും ശരിക്കും ഒരു ഡുവറ്റ് സോങ് ആണ് പാടുന്നത് എന്ന് ഫീൽ ചെയ്തു. എനിക്ക് മറ്റേ നേരത്തെ ഇതുമാതിരി ഒരു പാട്ട് ജോബ് ആൻഡ് മിത്തു പാടിയപ്പം ഇതുമാതിരി തോന്നിയിരുന്നു. ആ സെയിം ഒരു കോമ്പിനേഷനിൽ കിട്ടുന്ന ആ ഒരു സ്വീറ്റ്നെസ് ഇത് കണ്ടപ്പോഴും എനിക്ക് ഫീൽ ചെയ്തു. വിച്ച് മീൻസ് നിങ്ങൾ രണ്ടുപേരും ശരിക്കും സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇനി പോവുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിൽ ഇറങ്ങിയിരിക്കാമെന്ന് മനസ്സിലായി. ഫെൻറ്റാസ്റ്റിക്, കീപ്പ് ഇറ്റ് അപ്പ്. പിന്നെ നിങ്ങൾ രണ്ടുപേരിലും ഡാൻസ് കാരണമാവാം പാട്ടിൽ പല സ്ഥലത്തും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പിച്ചിങ്, ബ്രീതിങ്, സംഗീത് ആസ് യൂഷ്വൽ ആ ഒരു വെള്ളിത്തൂവൽ ഇതിലും ഒരു സ്ഥലത്ത് കിട്ടതായിട്ട് എനിക്ക് തോന്നി ഫസ്റ്റ് പല്ലവിയിൽ. ബട്ട് നോ പ്രോബ്ലം, ഇറ്റ് ഓൾ ഗോസ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ദ സോങ്. ബി ലക്ഷ്മി ഒരു സ്ഥലത്ത് ലിറിക്സ് ഒന്ന് മെസ്സപ്പ് ചെയ്തിരുന്നു. വെരി ഫസ്റ്റ് കൈത്താളം തട്ടാതെ, യാ. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോൾ തിരിഞ്ഞു പോയി. രണ്ടും ഉണ്ടായിരുന്നു, 2 ലൈൻ കഴിഞ്ഞപ്പോൾ ലിറിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം തിരിഞ്ഞു പറഞ്ഞൊക്കെ വന്നത്. നോ പ്രോബ്ലം, ബി മോർ കെയർഫുൾ. മൈൻഡ് ബ്ലോയിങ്. ശരിക്കും ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. നല്ല പെർഫോമൻസ് കാണാൻ പറ്റി. റിയലി എൻജോയ്ഡ് ഇറ്റ്. ശരിക്കും നിങ്ങൾ പ്രാക്ടീസ്ഡ് അല്ലായിരുന്നു തോന്നുന്നു ഡാൻസിൻ്റെ കാര്യത്തിൽ. ഇല്ല, പക്ഷേ പറയാൻ വന്ന പ്ലസ് പോയിന്റ് വേറൊന്നുമല്ല. പക്ഷേ അല്ല, പറയാൻ വന്നത് നിങ്ങൾ പ്രാക്ടീസ്ഡ് അല്ലെങ്കിൽ പോലും ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെപ്പിനെ മറ്റേ ആൾ അതിൻ്റെ കൂടെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് ഇറ്റ്സ് എ പ്ലസ് പോയിന്റ്. ക്ലാപ്പ് ഫോർ ദം. ഓൺ സ്റ്റേജ് തിരിച്ചായാലും അതെ, തിരിച്ചും ബി ലക്ഷ്മി ചെയ്യാൻ നോക്കിയതിനെ സംഗീതം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോർഡിനേഷൻ ഓൺ സ്റ്റേജിൽ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി. പ്രത്യേകിച്ചും പാടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ കൂടെ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. യു ഡിഡ് റിയലി വെൽ. ഐ റിയലി ലവ്ഡ് ഇറ്റ്. അടുത്ത ആളിനി എങ്ങനെ പാടുന്നുള്ളതാണ് എനിക്ക് ഡൗട്ട്. കാരണം നിങ്ങൾ മുഴുവൻ അവിടെ ചവിട്ടി കുഴിയാക്കിയിട്ടുണ്ടെന്ന് ഡൗട്ട്. ഫുൾ അവിടെ ചവിട്ടി മതിച്ചിട്ടുണ്ടവർ. സംഗീത നിങ്ങൾ തുടങ്ങിയപ്പോൾ ഐ ന്യൂ ദാറ്റ് ഐ വിൽ സീ എൻ എക്സലൻറ്റ് പെർഫോമൻസ് ഫ്രം ബോത്ത് ഓഫ് യു. എന്നുവെച്ചാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഏർലിയർ പെർഫോമൻസ് വർ കമൻഡബിൾ ആൻഡ് നന്നായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ടീം ഒരുമിച്ച് വരുമ്പോൾ ഐ ന്യൂ ഇറ്റ് വിൽ ബി മാജിക്, നല്ല ഫയർ വർക്ക്സ്. സോ ഐ ന്യൂ സംതിങ് ഗുഡ് വിൽ കം ഔട്ട്. പക്ഷെ സത്യം പറയാലോ, ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. So you have gone above my expectations and fabulous performance. ഇനി you should not go one step lower. രണ്ടുപേരോടും പറയാണ്, നിങ്ങൾ ഇനിയിപ്പോൾ വേറെ ആൾക്കാരോട് പെയർ ചെയ്താലും നിങ്ങൾ സോളോ ചെയ്താലും ഈ പെർഫോമൻസിന് ഒരു പടി താഴെ പോകാൻ പാടില്ല. ബിക്കോസ് യു ഹാവ് പുട്ട് എ ബെഞ്ച് മാർക്ക് ഫോർ യുവർ സെൽഫ്. ഇനി ഒരിക്കലും താഴെ പോകാൻ പാടില്ല. ദാറ്റ്സ് എ പ്രോമിസ് യു ഷുഡ് മേക്ക് ഫോർ യുവർ സെൽഫ് ഇഫ് യു വാണ്ട് ടു ബി സൂപ്പർ സ്റ്റാർ. ഗുഡ്. വളരെ എന്താ പറയുക, തുടക്കം മുതൽ അവസാനം വരെ ഞാൻ എന്താ പോയിന്റ്സ് എഴുതേണ്ടതെന്നുള്ളത് എഴുതാൻ മറന്നുപോയി. ഞാൻ ഇങ്ങനെ വായ പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സംഗീതിൻ്റെ നേരത്തെ പെർഫോമൻസും ഇതും വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് ഒരു വേറൊരു എക്സ്ട്രീമിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതർ എക്സ്ട്രീം. പക്ഷേ രണ്ടും നല്ല എക്സ്ട്രീംസ് ആണ്. ആ രണ്ട് എക്സ്ട്രീമുകളുടെ ഒരു കൂട്ടിമുട്ടൽ ഇവിടെ കാണാൻ പറ്റി. അൽഫോൻസ് ഒരു എക്സ്ട്രീം നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോഴത്തെ എക്സ്ട്രീം എങ്ങനെയാണ് നല്ലതാണ്? എനിക്ക് വട്ടായി പോയെന്ന് തോന്നുന്നു. അതൊരു തോന്നലല്ല, അതൊരു സത്യം. എനിവേ രണ്ടുപേരും നല്ല അടുത്ത റൗണ്ടിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക എന്നുള്ളത് ഞാൻ ഈഗർലി ഐ ആം വെയിറ്റിംഗ് ഫോർ ഇറ്റ്.